മറിയോട് ചോദിക്കാം, മറിയേ, വീഞ്ഞില്ലെങ്കിൽ നീ പോയി പറയേണ്ടത് വിരുന്നുവാഴിയിലെടുത്താ. വീഞ്ഞില്ലെങ്കിൽ നീ പോയി പറയേണ്ടത് നിന്നെയും യേശുവിനെയും ഒരുപോലെ ശുശ്രൂഷയ്ക്ക് വിളിച്ച മണവാളനോടാ. പുള്ളിക്കാരി പറയും, അവരോട് പറഞ്ഞാൽ നാച്ചുറലി നടക്കൂ. ആരെങ്കിലും ആളെ വിട്ട് വിളിച്ചോണ്ട് വരും. അപ്പൊ ഇവിടെ നിന്ന് കുറച്ച് പേര് പിണങ്ങി പോകും, കുറ്റം പറയും. നാച്ചുറൽ മിറക്കിളിനകത്ത് ഇങ്ങനത്തെ ചില സൈഡ് എഫക്റ്റുകളുണ്ട്. പക്ഷെ സൂപ്പർ നാച്ചുറൽ വെളിപ്പെട്ടാൽ ഒരു മനുഷ്യനും കുറ്റം പോലും പറയാൻ പറ്റാത്ത രീതിയിൽ നിന്നെ ഒരു അടയാളമാക്കാൻ ദൈവം വിശ്വസ്തനാണ്. ഇത് പ്രതീക്ഷിച്ച് യേശുവിന്റെ അടുത്തേക്ക് ചെന്നവളെ നോക്കി യേശു ഒരു വിളി വിളിക്കാണ്, സ്ത്രീയെ. പക്ഷെ യേശുവിന്റെ അമ്മയോട് ഞാൻ പറയും, ഷീ വാസ് സെൻസിറ്റീവ്. ശുശ്രൂഷകന്മാരോട് പോയി പറയുക, അവൻ എന്തേലും കൽപ്പിച്ചാൽ അത് ചെയ്തോണം കേട്ടോ. ഈ വിളി കേട്ടപ്പോൾ മറിയയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഇന്നലെ വരെ അമ്മയും മോനുമായ ബന്ധമായിരുന്നു. പക്ഷെ ഇപ്പോൾ സൃഷ്ടിയും സൃഷ്ടികർത്താവും. She understood the shift. അമ്മയും മോനും എന്ന റിലേഷൻ മാറി സൃഷ്ടികർത്താവ് എന്ന പൊസിഷനിൽ അവൻ രാമൻ കയറിയിരിക്കുകയാണ്. വിശ്വസിക്ക്, ചില സൃഷ്ടികൾ നടത്താൻ, സൃഷ്ടി ചെയ്യാൻ, ക്രിയേറ്റ് ചെയ്യാൻ സൃഷ്ടികർത്താവ് പൊസിഷൻ എടുത്തിരിക്കുകയാണ്. ആത്മാവിന്റെ ചലനത്തെ നിങ്ങൾ തിരിച്ചറിയുക, അതിനെ ടാപ്പ് ഓവർ ചെയ്ത് കയറുക. പ്രതീക്ഷിക്കാത്ത ദൈവപ്രവൃത്തിയുടെ അലകൾ അടിക്കാൻ പോവുകയാണ്.